അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1311. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, റുബ്ബ സ്വാഇമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സുയാമിഹി ഇല്ലൽ ജൂഅ്, അവൻ്റെ നോമ്പിൽ നിന്ന് വിശപ്പല്ലാതെ മറ്റൊന്നും അവനക്ക് ബാക്കിയില്ല. ആ രൂപത്തിൽ എത്ര നോമ്പുകാരാണ്. അവൻ പട്ടിണി കിടക്കുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ പട്ടിണി കിടക്കുന്നുണ്ട്. ആ ഒരു പട്ടിണി, ഭക്ഷണം, വിശപ്പും ദാഹവും മാത്രം ബാക്കി. നോമ്പിൻ്റെ പ്രതിഫലം അവൻക്കൊന്നും ലഭിക്കുന്നില്ല. അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം ഞാനാണ് നൽകുന്നത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ തിട്ടപ്പെടുത്താൻ കഴിയാത്ത പ്രതിഫലമുള്ള ഒരമലാണ് അല്ലാഹുവും അവൻ്റെ അടിമയും തമ്മിലുള്ള ഡയറക്റ്റ് ഉള്ള ഒരു ഇബാദത്താണ്. ഒരാളെ നോക്കിയിട്ടോ ഒന്നും മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലാഹുവും അവൻ്റെ അടിമയുമായ രഹസ്യ ഇബാദത്താണല്ലോ നോമ്പ്. ആ നോമ്പിൻ്റെ പ്രതിഫലം അത്രയും വലുതാണ്. അതൊരിക്കലും ഒരാൾക്കും തിട്ടപ്പെടുത്താൻ കഴിയൂല. പക്ഷേ ആ ഒരു പ്രതിഫലം ലഭിക്കാതെ വെറും പട്ടിണി മാത്രം, വിശപ്പും ദാഹവും മാത്രം ബാക്കിയാകുന്ന എത്ര നോമ്പുകാരുണ്ട്. കാരണം എന്താണ്? അവൻ പട്ടിണി കിടക്കുന്നു എന്നല്ലാതെ അവൻ്റെ അവയവങ്ങളൊന്നും നോമ്പനുഷ്ഠിക്കുന്നില്ല. അവൻ്റെ അവയവങ്ങളൊന്നും അവൻ സംരക്ഷിക്കുന്നില്ല. അവൻ പഴയ രൂപത്തിൽ തന്നെ കളവ് പറയുന്നിടത്തോ, ഗീബത്ത് പറയുന്നിടത്തോ, നമീമത്ത് പറയുന്നിടത്തോ, മറ്റുള്ളവരെ കുറവ് കണ്ടെത്തുന്നിടത്തോ ഇതിനൊന്നും യാതൊരു നിയന്ത്രണവുമില്ല. അവൻ ആ രൂപത്തിൽ എങ്ങനെ ജീവിക്കുന്നു, പട്ടിണി കിടക്കുന്നുണ്ട് എന്ന് മാത്രം. പക്ഷേ അവൻ കളവ് പറയുന്നു, ഗീബത്ത് പറയുന്നു, മറ്റുള്ളവരെ കുറ്റം പറയുന്നു, വിഷമിപ്പിക്കുന്നു, പ്രയാസപ്പെടുത്തുന്നു, ആക്രമിക്കുന്നു. അത്തരം ആളുകൾക്ക് ആ ഒരു വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നും ബാക്കിയാവൂല. നോമ്പിൻ്റെ ഒരു പ്രതിഫലം അവന് ലഭിക്കൂല. അങ്ങനത്തെ എത്ര നോമ്പുകാരുണ്ട്. വറുബ്ബ ഖായിമിൻ, എത്ര നിസ്കാരക്കാരാണ്. രാത്രി സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന എത്ര ആളുകൾ. പക്ഷേ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവൻ്റെ ഉറക്കമൊയ്ക്കലല്ലാതെ അവൻ്റെ ഖിയാമിൽ നിന്ന് അവനക്കൊന്നും ബാക്കിയാവുന്നില്ല. അവൻ്റെ നിസ്കാരം കൊണ്ട് ഒന്നും അവനക്ക് കിട്ടുന്നില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമാണ് അത്തായ സമയത്തുള്ള നിസ്കാരം. ആ സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ ഇഖ്ലാസ് ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ ഇഖ്ലാസാണ് ഇതിൻ്റെ ഒക്കെ മാനദണ്ഡം. നേരം വെളുത്ത് എൻ്റെ നിസ്കാരത്തിൻ്റെ എണ്ണവും കാര്യങ്ങളും, ഞാൻ ഉറക്കൊഴിച്ചത്, ഞാൻ ഇബാദത്ത് ചെയ്തതും മറ്റുള്ളവരോട് ഇങ്ങനെ പറഞ്ഞ് അതിങ്ങനെ പവറടിച്ച് നടക്കുകയാണ്. ആ രൂപത്തിൽ ഇബാദത്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അതുകൊണ്ടൊരു ഫലമില്ല. അപ്പോൾ അങ്ങനത്തെ എത്ര നിസ്കാരക്കാരുണ്ട്. ഈ ഹദീസ് കേൾക്കുന്ന മുഴുവൻ ആളുകളും നാം ഒരു വിചാരണയ്ക്ക് വിധേയമാക്കണം. നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പാണോ? നമ്മുടെ നിസ്കാരം യഥാർത്ഥ നിസ്കാരമാണോ? അതുകൊണ്ട് എനിക്ക് വല്ലതും ബാക്കിയാകുമോ? അതോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 സംവത്സരങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച എത്ര നോമ്പുകാർ വിശപ്പ് മാത്രം ബാക്കി, എത്ര നിസ്കാരക്കാർ അവർക്ക് ഉറക്കമൊഴിച്ചു എന്നല്ല ഒന്നുമില്ല, ആ വിഭാഗത്തിലാണോ നമ്മൾ പെടുക? ഹാസിബു ഖബ്ല അൻ തുഹാസബു, നമ്മളൊരു വിചാരണ നടത്തണം. നമ്മളൊന്ന് പരിശോധിക്കണം. നമ്മുടെ ഇബാദത്തുകൾ അത്തരം നിഷ്ഫലമായി പോകുന്ന ആരാധനകളാണോ? നോമ്പും നിസ്കാരമൊക്കെ നിഷ്ഫലമായി പോകുന്നതാണോ? ആഖിറത്തിൽ വല്ലതും നമുക്ക് ലഭിക്കുമോ? നാം ഒന്ന് പരിശോധിക്കുകയും ഒന്ന് വിലയിരുത്തുകയും ചെയ്ത് ശിഷ്ടമുള്ള കാലം അല്ലാഹുവിൻ്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യാൻ നമ്മളൊക്കെ തയ്യാറാവണം. അതാണ് ഏതൊരു ഇബാദത്തിൻ്റെയും അടിസ്ഥാനം. ഇഖ്ലാസാണ്. ഇഖ്ലാസ് ഉള്ളവൻ്റെ മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അല്ലാത്ത ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കൂല. അതൊക്കെ വലിച്ചെറിയും, ചുരുട്ടി നമ്മുടെ മുഖത്തേക്കെറിയും. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. യഥാർത്ഥ നോമ്പുകാരിലും യഥാർത്ഥ നിസ്കാരക്കാരിലൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ.
ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ